നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഭൂമിശാസ്ത്രം, കറണ്ട് ഫാക്ട്സ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഹിമാചൽ പ്രദേശിലെ റോക്ക് ടാങ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ചുരം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം കുമയൂൺ ഹിമാലയം. താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏത്? ഓപ്ഷൻ എ മരുഭൂമി മണ്ണ്, ഓപ്ഷൻ ബി എക്കൽ മണ്ണ്, ഓപ്ഷൻ സി പർവ്വത മണ്ണ്, ഓപ്ഷൻ ഡി കറുത്ത മണ്ണ്. ഉത്തരം ഓപ്ഷൻ എ മരുഭൂമി മണ്ണ്. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂർ. കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഉഷ്ണമേഖലാ കാലാവസ്ഥ. അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ്. 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വതനിര ഏത്? ആരവല്ലി. ദക്ഷിണേന്ത്യൻ നദികളിൽ വലിപ്പത്തിലും നീളത്തിലും ഒന്നാം സ്ഥാനത്തുള്ളത് ഗോദാവരി. അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ സി ശ്രീലങ്ക, ഓപ്ഷൻ ഡി ഇറാൻ. ഉത്തരം ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. സരൻ വാലി ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ കുരങ്ങ്. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടി കാഞ്ചൻജംഗ. 2014 ആന്ധ്രയുടെയും ഒഡീഷയുടെയും തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഹുദ് ഹുദ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ പേര് ഒരു രാജ്യത്തെ ദേശീയ പക്ഷിയുടെ പേരാണ്. രാജ്യമേത്? ഇസ്രായേൽ. വയനാട് ചുരം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബേപ്പൂർ മുതൽ തിരൂർ വരെ. ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസൻ. കേരളത്തിലെ പ്രസിദ്ധ മത്സ്യബന്ധന കേന്ദ്രം നീണ്ടകര. കേരളത്തിൻ്റെ കടൽ തീരത്ത് സുലഭമായി കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമേത്? തോറിയം. ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡോപ്സൺ യൂണിറ്റ്. സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല ഏത്? കണ്ണൂർ. പെരിയാറിൻ്റെ പ്രധാന പോഷക നദി ഏതാണ്? മുതിരപ്പുഴ. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ 68% പ്രദേശത്തും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. പട്ടണം ഉത്ഖനനം നടക്കുന്ന ജില്ല എറണാകുളം. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഉത്തരം ഓപ്ഷൻ എ തമിഴ്നാട്. പർവ്വത വിജ്ഞാനത്തെപ്പറ്റി അറിയാൻ ഏത് പർവ്വതശാഖയാണ് സഹായിക്കുന്നത്? ഓറോഗ്രാഫി. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം? മാൻറ്റിൽ. ഭൂവൽക്കം. എല്ലാ ശിലകളും ഏത് ശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? ആഗേയശില. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? ട്രോപ്പോസ്ഫിയർ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം ഇരവികുളം. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള കേരളത്തിലെ നദി പെരിയാർ. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ. ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ദിവസം ഡിസംബർ 22.
കേരളത്തിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ കേന്ദ്രം വിഴിഞ്ഞം. ഇന്ത്യയുടെ മാനക രേഖാംശം ഏത്? 97°25 വെസ്റ്റ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ചുണ്ണാമ്പ് കല്ലിൻ്റെ കായാന്തരിത രൂപമേത്? മാർബിൾ. ഭൂമിയിൽ 300 ന്യൂട്ടൺ ഭാരമുള്ള വസ്തുവിൻ്റെ ചന്ദ്രനിലെ ഭാരം എത്ര? 50 ന്യൂട്ടൺ. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഹൊയാങ് ഹോ. ഹൈഡ്രോളജി എന്തിനെ പറ്റിയുള്ള പഠനമാണ്? ജലം. ആന്തരാകേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ. അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ അളവ് എത്ര ശതമാനമാണ്? 78%. ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം ധ്രുവപ്രദേശത്ത് ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കുറവാണ്. സഹ്യപർവ്വതത്തിൽ വിടവ് കാണുന്ന പ്രദേശം പാലക്കാട്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്റർ. വരയാടുകൾ കാണപ്പെടുന്ന പ്രദേശം ഇരവികുളം. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്? 51%. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ഹൈദരാബാദ്. ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ്? ശലം. സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. സോളാർ കുക്കറുകളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സൂര്യപ്രകാശത്തിലെ കിരണങ്ങൾ ഇൻഫ്രാറെഡ്. കടൽ തീരങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യോൽപാദനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച വർഷമേത്? 1956. മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡമേത്? യൂറോപ്പ്. അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗികരണം ചെയ്യുന്ന വാതകം ഓക്സിജൻ. 8 അയൽ സംസ്ഥാനങ്ങളുള്ള ജില്ല ഏത്? മധ്യപ്രദേശ്. വസന്ത സമരാത്ര ദിനമേത്? മാർച്ച് 21. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അടിസ്ഥാനമാക്കുന്നത് 82.5° പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കൻ അർദ്ധഭാഗമാണ് കോറമാൻഡൽ തീരം. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയ കാലാവസ്ഥ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽഫ്രഡ് വേഗ്നർ. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്റർ. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്നും താപം എത്തിച്ചേരുന്നത് വികിരണം വഴി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. പരമാവധികളുടെ വൻകര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൻകരയാണ് ഏഷ്യ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ K2. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. വരയാടുകൾക്ക് പ്രസിദ്ധിയാർജിച്ച പ്രദേശമാണ് രാജമല. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? കവരത്തി. 2022 ഒക്ടോബറിൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകിയിട്ടുള്ള എക്കോ ലേബൽ ആയ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചുകൾ മിനിക്കോയ് തുണ്ടി ബീച്ച്, കടമത്ത് ബീച്ച്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏത്? ആനമുടി. 2022 ഒക്ടോബറിൽ ബംഗ്ലാദേശിനെയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളെയും ബാധിച്ച ചുഴലിക്കാറ്റ് സിട്രാൻ. നബാർഡിൻ്റെ സഹായത്തോടെ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ച സ്ഥലമേത്? ചളവറ. 2021 ഏപ്രിൽ ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക സംസ്ഥാനതല കാലാവസ്ഥാ വ്യതിയാന റിപ്പോർട്ട് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം.
കഴിഞ്ഞ 120 വർഷത്തെ കാലാവസ്ഥാ വ്യതിയാന പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് പ്രകാരം 2021 ചൂട് ശരാശരിയേക്കാൾ 0.40 കൂടിയതായി കണ്ടെത്തി. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏത്? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി കാവേരി, ഓപ്ഷൻ ഡി മഹാനദി. ഉത്തരം ഓപ്ഷൻ ബി യമുന. സരസ്വതി നദിയുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങൾ ഹരിയാന, ഹിമാചൽ പ്രദേശ്. നദിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി വെള്ളം എത്തിക്കുന്നതിനായി നിർമ്മിക്കുന്ന അണക്കെട്ട് ആദി ബദ്രി അണക്കെട്ട്. ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രം നിള വിജ്ഞാന കേന്ദ്രം. വേദകാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം പമ്പ. ഇന്ത്യയിലെ ചില ഉപദ്വീപീയ നദികളും അവയുടെ പോഷക നദികളും ഉൾപ്പെട്ടതാണ് ചുവടെ കൊടുത്തിട്ടുള്ള ജോഡികൾ. ഇവയിൽ തെറ്റായ ജോഡി ഏത്? ഉപദ്വീപീയ നദി, പോഷക നദി. 1 ഗോദാവരി, ഇന്ദ്രാവതി. 2 കൃഷ്ണ, തുംഗഭദ്ര. 3 കാവേരി, അമരാവതി. 4 നർമ്മദ, ഇബ്. ഉത്തരം 4 നർമ്മദ, ഇബ്. താഴെ തന്നിരിക്കുന്ന ജോഡികൾ ശരിയായവ ഏതെല്ലാം? 1 മഹാനദി ബ്രഹ്മഗിരിനിര, ഗോദാവരി നാസിക്, കൃഷ്ണ മഹാബലേശ്വർ കുന്നുകൾ, കാവേരി മൈക്കല നിരകൾ. ഉത്തരം ഗോദാവരി നാസിക്, കൃഷ്ണ മഹാബലേശ്വർ കുന്നുകൾ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗോദാവരി. ഒരു നദിയുടെ പ്രഭവസ്ഥാനം, നദീമുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ തെറ്റായവ ഏതെല്ലാം? ഒരു നദിയുടെ പ്രഭവസ്ഥാനം, നദീമുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ തെറ്റായവ ഏതെല്ലാം? എ പ്രഭവസ്ഥാനം ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശം. ബി നദീമുഖം, നദി ഒഴുകിപ്പോകുന്ന തീരങ്ങൾ. ഉത്തരം ബി നദീമുഖം, നദി ഒഴുകിപ്പോകുന്ന തീരങ്ങൾ. ഉത്തരപർവ്വത മേഖലയിൽ മുഖ്യമായും കാണപ്പെടുന്ന മണ്ണിനം ഏത്? പർവ്വത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടാത്ത മണ്ണിനം ഏത്? ഓപ്ഷൻ എ കറുത്ത മണ്ണ്, ഓപ്ഷൻ ബി ചെമ്മണ്ണ്, ഓപ്ഷൻ സി പരുത്തി മണ്ണ്, ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. ഉത്തരം ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ 6 ലെയിൻ ട്വിൻ ലീപ്പ് ടണൽ നിലവിൽ വന്നത് കുതിരാൻ തുരങ്കം ഉൾപ്പെടുന്ന വടക്കാഞ്ചേരി മുതൽ തൃശ്ശൂർ വരെയുള്ള 6 വരി പാതയിൽ. 28 കിലോമീറ്റർ നീളമുള്ള ഇത് നിർമ്മിച്ചിരിക്കുന്നത് NH 544 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കഴക്കൂട്ടം ജംഗ്ഷനെയും ടെക്നോ പാർക്ക് ജംഗ്ഷനെയും. ഈ 4 വരി പാത 3 കിലോമീറ്റർ നീളത്തിൽ NH 66 ഭാഗമാണ്. 2022 ഫെബ്രുവരിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കമെന്ന വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അംഗീകാരം ലഭിച്ച ടണൽ അടൽ ടണൽ. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം പരിശോധനയ്ക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ സുതാര്യം. 2022 ഇന്ത്യ ഗവൺമെൻറ് അംഗീകാരം നൽകിയ ഇന്ത്യയിലെ ആദ്യ കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന. കൃഷ്ണ നദിക്ക് കുറുകെയുള്ള ഈ പാലം ലോകത്തിലെ 2ാമത്തെ കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജാണ്. കേരളത്തിൽ വന്ദേ ഭാരത് ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 ഏപ്രിൽ 2023. കേരളത്തിലെ വന്ദേ ഭാരത് സർവീസ് റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. വർഷങ്ങൾക്ക് ശേഷം നാഗാലാൻഡിൽ നിലവിൽ വന്ന 2ാമത്തെ റെയിൽവേ സ്റ്റേഷൻ ഷൊഖുവി റെയിൽവേ സ്റ്റേഷൻ. ആഗ്യുമെൻ്റ് റിയാലിറ്റി AR അനുഭവം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ റെസ്റ്റോറൻറ്റ് ഓൺ വീൽസ് നിലവിൽ വന്ന റെയിൽവേ സ്റ്റേഷൻ അസൻസോൾ സ്റ്റേഷൻ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളായ ഗുജറാത്തിനെയും രാജസ്ഥാനെയും
3 ആരാധനാലയങ്ങളെയും ബന്ധിപ്പിക്കുന്ന കേന്ദ്രത്തിൻ്റെ പുതിയ റെയിൽവേ ലൈൻ പദ്ധതി തരംഗ ഹിൽ അംബാജി അബു റോഡ്. 2022 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മെട്രോ റെയിൽ പദ്ധതി പൂനെ മെട്രോ റെയിൽ പ്രോജക്റ്റ്. 2016 കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച ഈ പദ്ധതിയുടെ ശിലാസ്ഥാപനം അതേ വർഷം നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത്? ദേശീയ ജലപാത 3. ലോകത്തിലെ ആദ്യ CNG പോർട്ട് ടെർമിനൽ നിലവിൽ വരുന്നത് ഭാവ്നഗർ, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസർ ഇന്ദ്രനീലിമ. നോർവേയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ആസ്കോ മാരിടൈമിന് വേണ്ടി കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച 2 ഓട്ടോണമസ് ഇലക്ട്രിക് ബാർജുകൾ മാരിസ് ആൻഡ് തെരേസ. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച് ഇന്ത്യൻ നേവിക്ക് കൈമാറിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ എയർപോർട്ടായി നിർമ്മാണത്തിലിരിക്കുന്നത് ലഹ് എയർപോർട്ട്. ഏത് കാലാവസ്ഥയിലും വിമാനങ്ങൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിക്കുന്ന അപ്രോച്ച് ലൈറ്റിംഗ് സിസ്റ്റം ALS റൺവേയിൽ സ്ഥാപിച്ച കേരളത്തിലെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എയർപോർട്ട് ആസ് വെന്യൂ ഫോർ സ്കിൽഡ് ആർട്ടിസൻസ് ഓഫ് ദ റീജിയൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UNEEP മാർക്കറ്റ് പ്ലേസ് നിലവിൽ വന്ന എയർപോർട്ട് ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അരുണാചൽ പ്രദേശിലെ ഹോളോങ്കി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് നിർദ്ദേശിച്ച പുതിയ പേര് ഡോണി പോളോ എയർപോർട്ട്. കോവിഡ് കാലത്ത് കൊച്ചി എയർപോർട്ടിലെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി മിഷൻ സേഫ് ഗാർഡിംഗ്. ഈ പദ്ധതി സിയാലിനെ വിൻസ് ഇന്ത്യ 2022 കോവിഡ് ചാമ്പ്യൻ പുരസ്കാരത്തിന് അർഹമാക്കി. ഇന്ത്യയിലെ പുതിയ എയർലൈൻ ആയ ആകാശ എയർ ആദ്യ സർവീസ് നടത്തിയത് മുംബൈ മുതൽ അലഹബാദ് വരെ 2022 ഓഗസ്റ്റ് 7. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യമേത്? ഇന്ത്യ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ ഉൾപ്പെട്ടിരിക്കുന്ന മഹാനഗരങ്ങൾ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സമുദ്രനിരപ്പിലെ താപനില 30 ഡിഗ്രി ആണെങ്കിൽ അതിന് നേർമുകളിൽ 330 മീറ്റർ ഉയരത്തിലുള്ള അന്തരീക്ഷ താപം എത്രയായിരിക്കും? 28 ഡിഗ്രി സെൽഷ്യസ്. ഹോമോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തിൻ്റെ വ്യാപ്തി 0 മുതൽ 90 കിലോമീറ്റർ വരെ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.